വീണ്ടും ഇരുട്ടടി. വ്യവസായ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കേരളത്തിൽ 46 രൂപയാണ് കൂട്ടിയത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. കൊച്ചിയിലും കോഴിക്കോടും 3131 രൂപയായി. 46 രൂപയുടെ വില വർധനവാണ് ഇന്ന് മാത്രം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 3163 രൂപയിലേക്ക് ഒരു 19 കിലോ സിലിണ്ടറിന്റെ വില വർദ്ധിക്കും. അത് ദിവസേന 5-6 സിലിണ്ടറൊക്കെ ഉപയോഗിച്ച് കട നടത്തുന്ന, അതായത് ഹോട്ടലുകൾ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇന്ന് മാത്രം 46 രൂപ വർദ്ധിച്ചു. ഇപ്പോൾ ദിനംപ്രതി അല്ലെങ്കിൽ മാസത്തിൽ ഇങ്ങനെ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഹോട്ടൽ മേഖല നിലനിൽക്കുക? ഇത് പാടെ സ്തംഭിച്ചു പോകുന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇപ്പോൾ ഈ 2-3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യം 1700 രൂപ ഉണ്ടായിരുന്ന ഗ്യാസിന് ഇപ്പം കഴിഞ്ഞ മാസം 3117, ഇന്നലെ 46 രൂപ വർദ്ധിച്ച് 2163 ഇനിയിപ്പോൾ വീണ്ടും വർദ്ധിക്കാനുള്ള ചാൻസാണുള്ളത്. അതുകൊണ്ട് ഇത് എങ്ങനെ കൊണ്ടുപോകുന്നുള്ള അറിയില്ല. ഇവിടെ ഇപ്പോൾ കൂടുതൽ വിറക് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് നടത്തി കൊണ്ടുപോവാണ്. എങ്കിൽ പോലും എത്ര സിലിണ്ടറൊക്കെ ആവശ്യം വരാറുണ്ട്? ഇവിടെ ആഴ്ചയിൽ 6 സിലിണ്ടർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ പരമാവധി കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കുറച്ചിട്ടും കാര്യമില്ല. വിറക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറെ തന്നെയാണ്. പക്ഷേ എണ്ണക്കടികൾ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഗ്യാസ് തന്നെ വേണം. അത് ലക്ഷം ബുദ്ധിമുട്ടാണ്. ഗ്യാസിന് വില കൂടുമ്പോൾ പെട്രോളും ഡീസലിനൊക്കെ വില കൂടും, മറ്റുള്ള സാധനങ്ങൾക്കും വില കൂടും. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. നേരത്തെ ഈ വില വർധന ഉണ്ടായപ്പോൾ ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിച്ചല്ലോ. അപ്പോൾ എന്തെങ്കിലും മെനു വെട്ടി കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ? മെനു വെട്ടി കുറച്ചിട്ടൊന്നുമില്ല. ഇവിടെ ആദ്യം 10 രൂപ എല്ലാ കടികൾക്കും 10 രൂപ, ചായക്ക് 10 രൂപയായിരുന്നു. അത് 12 രൂപയാക്കി. പിന്നെ ചോറിന് ഇപ്പോഴാണ് 50 രൂപയുള്ള 60 ആക്കിയത്. ദിനംപ്രതി എന്ന് പറഞ്ഞോണം ഗ്യാസിന് വില വർദ്ധിക്കുക. ഇന്നിപ്പോൾ 46 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിച്ച വിലക്കാണോ നാളെ ആഹാരം കിട്ടാന്നുള്ളത് സംശയം. അതാണിപ്പോൾ ഇവർ പറയുന്നത്. ഇപ്പം നാളെ കൂട്ടുമെന്നാണ് പറയുന്നത്. കാരണം ഹോട്ടലുകാർക്ക് ഒക്കൂല. ഇപ്പോൾ ഇവിടെ മാനേജർ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ഓട്ടോറിക്ഷക്കാരെ കൂലി കൂടുന്നില്ല. മിനിമം ചാർജ് 30 രൂപ മിനിമം ചാർജ്. ഇവർ എത്ര കൂട്ടിയാലും നമുക്ക് ആ റേറ്റിന് തന്നെയാണ് കൂടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് വരുമ്പോൾ അതൊരു വലിയ നമ്മളെ ഡെയിലി ബഡ്ജറ്റ് എല്ലാം താളം തെറ്റും. മാസത്തിലെ കറണ്ട് ബില്ല് എല്ലാം പ്രശ്നമാവും. ഇവരിപ്പോൾ 1800 രൂപയോളം ഒരു ടണ്ണിൻ്റെ മുകളിൽ കൂട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഗ്യാസ് മാറ്റി വിറകിലേക്കൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ടോ? ഇല്ല, ഗ്യാസ് ഞങ്ങൾ ചിലവ് ചുരുക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ബാക്കിയെല്ലാം വിറകിലാണ്. അത്യാവശ്യത്തിന് മാത്രം ഗ്യാസ് ഉപയോഗിക്കാം. ജില്ലാ കോടതിയുടെ തൊട്ടപ്പുറത്തുള്ളൊരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഈ വക്കീലുമാരുൾപ്പെടെ കക്ഷികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ആഹാരം കഴിക്കാൻ വരാറുണ്ട്. ഉച്ചയ്ക്ക് സമയത്തൊന്നും ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കുണ്ടാവുന്ന ഒരു കട കൂടിയാണ്. അത് 11-ാം തീയതി മുതലാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ മെയ് ആദ്യവാരമാണ് 993 രൂപ ഒറ്റയടിക്ക് പാചകവാതകത്തിന് വർദ്ധിപ്പിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇത്തരത്തിലൊരു വിലമാറ്റം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഊണിന് 60 രൂപയാക്കി. ഊണ് പ്ലസ് തൈരാണെങ്കിൽ അത് 65, വെജ് ബിരിയാണിക്ക് 70 രൂപയായി ഉയർത്തി. പായസമൊക്കെ ഉള്ള ഒരു ഊണാണ്. അപ്പോൾ മീൽസിന് ഇവിടെ വില കൂട്ടിയിട്ടുണ്ട്. ഇത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് വില വർദ്ധിച്ചിട്ടില്ല. ഇത്തരത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾക്ക് മാത്രമാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3163 രൂപയിലേക്ക് കോഴിക്കോടുള്ള ഗ്യാസിൻ്റെ വില മാറിയിരിക്കുകയാണ്.